യൂത്ത് വ്യാജനും കുറുവ സംഘത്തിന്റെ വയനാട് ഫണ്ട് മുക്കലുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത് സകലത് റദ്ദാകുന്ന ഒരു വാർത്താ പ്രതികരണം നിങ്ങൾ കേൾക്കണം. കേരളത്തിലെ ചില മാധ്യമ സ്ഥാപനങ്ങളെങ്കിലും ഉള്ളതുപോലെ ജനങ്ങളോട് പറയുന്നുണ്ട്. പ്രത്യേകതരം പ്രിവിലേജ് ആണല്ലോ യൂത്ത് വ്യാജന്മാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ പണം വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ പിരിച്ചെടുത്തിട്ട് ₹1 പോലും അതിൽ നിന്ന് എടുത്തിട്ടില്ല, അതിനുവേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അക്കൗണ്ടിൽ തന്നെ ഭദ്രമായി സൂക്ഷിക്കുന്ന ആ വിശാല മനസ്കത, അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എന്തുകൊണ്ട് ഫണ്ട് മുക്കി എന്ന ചോദ്യം പുറത്തു വന്നപ്പോൾ അതിനും കാരണക്കാർ സർക്കാരാണ്, ഞങ്ങളല്ല. കാര്യം സർക്കാർ ഞങ്ങൾക്ക് സ്ഥലം തന്നില്ലത്രേ. അങ്ങനെ പ്രചരിപ്പിക്കുന്നവരുടെ ഉഡായിപ്പ് എന്താണെന്ന് ഈ പ്രതികരണം ഒന്ന് കേട്ടെ. എന്താണ് യൂത്ത് കോൺഗ്രസ് പറഞ്ഞിരുന്നത്? സർക്കാരിന് കൊടുക്കരുത്, കൊടുത്താൽ അത് അബദ്ധമാണ്, അതെന്തോ ഭയങ്കര കുഴപ്പം പിടിച്ച ഒരു പരിപാടിയാണ്, ഞങ്ങൾ നേരിട്ട് നടപ്പാക്കാം എന്നുള്ളതാണ് സംഘടനകൾ പറഞ്ഞത്. നേരിട്ട് നടപ്പാക്കാമെന്ന് പറഞ്ഞവരാണ് സേവാഭാരതി. 50 വീടുകൾ അവർ സ്ഥലം കണ്ടെത്തി, അവർ അതിൻ്റെ പുറ്റാടെന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം കണ്ടെത്തി അവരതിൻ്റെ നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. ഫിലോക്കാലിയ 40 എണ്ണത്തിൽ 25 നിർമ്മാണം ആരംഭിച്ചു. ചെറുകിട ക്വാറി അസോസിയേഷൻ 10 എണ്ണത്തിൽ 5 നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. തുരുത്തിപ്പുറം ഗ്രാമം ഒരു വീട് കൊടുക്കാമെന്ന് പറഞ്ഞു, അവരതിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയാക്കി. പീപ്പിൾസ് ഫൗണ്ടേഷൻ 30, മുജാഹിദ് വിഭാഗങ്ങൾ ഈ വിസ്ഡും KNM